വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാലോ ഇന്ന്? അപ്പം ഞാനിത് നോക്കാൻ പോകുന്നത് നമ്മളെ കുറച്ച് കുഴപ്പിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർബ്സും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എനിക്കിത് അത്യാവശ്യത്തിൽ ലൈക്ക് തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെർബ്, അബ്സ്ട്രാക്ട് നൗണ്, പ്രോനൗണ് ഇതൊക്കെ എന്താണ്, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെ, എന്താണ്, നമ്മൾ ഏത് സങ്കല്പം വരുമ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ആ ഒരു സമയം നിങ്ങൾ എനിക്ക് ലൈക്ക് തന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾക്കൊരു ചെറിയ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ചെറുതായിട്ട് ഒന്ന് പഠിക്കാം. അപ്പം നമുക്ക് ഈ സിംഗുലറും പ്ലൂറലും കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, യു എന്ന് വെച്ചാൽ അവൾ നീ ഒരു നല്ല കുട്ടിയാണ്. അപ്പം യു ഈസ് എ ഗുഡ് ഗേൾ എന്ന് വരുമോ? ഇല്ല. അപ്പം നമുക്ക് ആ യു ഈസ് എന്താണ് വരുന്നത്? സിംഗുലർ ആണ്. യു എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പം പ്ലൂറലിൻ്റെ അവിടെ എന്താ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ആറാണ്. അപ്പം യു ആർ എ ഗുഡ് ഗേൾ എന്നാണ് നമുക്ക് വരേണ്ടത്. നീ ഒരു നല്ല കുട്ടിയാണ് എന്നാണ് വരുന്നത്. അപ്പം എന്താണ്? ഷീ ആർ എ ഗുഡ് ഗേൾ എന്ന് വരുമോ? ഒരിക്കലും ഇല്ല. ഷീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സിംഗുലർ ഏതൊക്കെ വാക്കാ വരുന്നത്, പ്ലൂറലില് ഏതൊക്കെ വാക്കാ വരുന്നത് എന്ന് നിങ്ങൾക്ക് കുറച്ച് പാടുണ്ടായിരിക്കും. അപ്പം സിംഗുലറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എസ്. ഷീയുടെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എസ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും നോക്കാം. അല്ലാതെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പം ഷീ ആർ എ ഗുഡ് ഗേൾ എന്ന് വരത്തില്ല. അപ്പം ഷീ ഈസ് ആണ് വരുന്നത്. അപ്പൊ ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഈസ് സിംഗുലർ ആണ്. പ്ലൂറലിൽ ഏത് സബ്ബാണ് വരുന്നത്? ആറാണ് വരുന്നത്. അപ്പോൾ ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ് അതിനകത്ത് മുഴുകിയിരിക്കുന്നത്. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് കൊണ്ട് നമുക്ക് പറയണമെങ്കിൽ യു ആർ എ ഗുഡ് ഗേൾ അങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹാവും ഹാസും കൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു ഹാവ് ഇത് എവിടൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കുഴപ്പിക്കുന്ന കട്ടിയുള്ള ഒരു വേർഡാണ് അത്. അപ്പം നമുക്ക് ഈ എക്സാംസ് ഒക്കെ ടൈമൊക്കെ ആവുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തരുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്. ഓക്കെ. ഷീ എ ഗുഡ് സിംഗർ. ഷീ ഡാഷ് എ ഗുഡ് സിംഗർ. അല്ല അതാണ് കൊണ്ടാ. ഷീ ഡാഷ് എ കാർ. അപ്പൊ അവിടെ എന്തായിരിക്കും വരുന്നത്? എന്നിട്ട് ഇങ്ങനെ ചിലപ്പം ഓപ്ഷൻസ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിരിക്കും. ഓപ്ഷൻസ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് എഴുതണം. അതാണ്, ഓപ്ഷൻസ് തന്നാലും തന്നില്ലെങ്കിലും ഇംഗ്ലീഷ് നമ്മുടെ ഒരു ലൈഫിലെ ഭാഗമായിട്ട് നമ്മൾ കാണണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഷീ ഡാഷ് എ കാർ. അപ്പൊ നമുക്ക് അതിനകത്ത് അപ്പോഴേ നമുക്ക് അവൾക്കൊരു കാർ ഉണ്ട് അത് നമ്മൾ സ്വന്തമായിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും വരുന്നത്? ഷീ ഹാവ് അല്ല വരുന്നത്. എന്ന് വെച്ചാൽ ഷീ ഹാവ് എ കാർ എന്നല്ല വരുന്നത്. ഹാവ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഹാസ് എന്തായിരിക്കും? സിംഗുലർ സബ്ജക്റ്റ്. അപ്പൊ ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ട്. അപ്പൊ എന്താണ് വരുന്നത്? ഷീ ഹാസ് എ കാർ. അവൾക്ക് ഒരു കാർ ഉണ്ട്. അപ്പൊ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനിയും അത് തന്നെ എന്താണ് നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് ആകാം. ഓക്കെ. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് ആക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാർ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഞങ്ങളെന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് വെച്ചാൽ സിംഗിൾ അത് ആണ്. സിംഗുലർ എന്ന് പറയുമ്പോൾ തന്നെ സിംഗ്. അപ്പൊ സിംഗിളിന്റെ എന്താണ് ഫസ്റ്റ്? സിംഗ്. അപ്പൊ സിംഗുലറിന്റെയും സിംഗ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർക്കുക. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പം ഇനി നിങ്ങൾക്ക് അത്യാവശ്യം കുറെ കട്ടിയുള്ള ഗ്രാമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വി ഡാഷ് എന്താ പറയാ, ഇപ്പം വി ഡാഷ് എ ഹൗസ്. ഓക്കെ.
അപ്പൊ നമുക്ക് അവിടെ ഹാവ് ആയിരിക്കും ഹാസ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നിൽ കൂടുതലുള്ളതിനെ പ്ലൂറൽ എന്ന് വെച്ചാൽ ഒറ്റ ആയിട്ടുള്ളതിനെ സിംഗുലറും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലൂറൽ വരുമ്പോഴത്തേനും എന്താണ് അവർ വരുന്നത്? ഹാസ് ആയിരിക്കും ഹാവ് ആയിരിക്കും പറയും. അപ്പൊ ഹാസ് ആയിരിക്കും ഹാവ് ആയിരിക്കും. അപ്പൊ ഹാവ് ആയിരിക്കും വരുന്നത് എന്ന് വെച്ചാൽ ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിലുള്ളതാണ്. അപ്പൊ വി ഹാവ് എ ഹൗസ്. അപ്പൊ നമുക്ക് ഞങ്ങൾക്കൊരു വീടുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം സിംഗുലർ സബ്ജക്റ്റിലാണ് പറയുന്നെങ്കിൽ ഷീ ഹാസ് എ കാർ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഉണ്ട് 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 എന്നുള്ളതിനായിരിക്കും ഹാസ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹാവ് എ പെൻ. ഓക്കെ, ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോൾ ഐ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ ഐ ഹാവ് എ പെൻ. ഞാൻ എനിക്ക് വേണ്ടി തന്നെ പറയുകയാണ് എനിക്കൊരു പെണ്ണുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റൊരാളോടായിരിക്കും അത് പറയുന്നത്. എന്ന് വെച്ചാൽ ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. ഓക്കെ, ഇനി ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഓക്കെ, അപ്പം എനിക്ക് പേന ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ പെൻ. എനിക്കൊരു പേന, അത് നമ്മൾ ഒരാളോടായിരിക്കും പറയുന്നത്. അപ്പം ഒരാൾ ചോദിക്കും യു ഹാവ് എ പെൻ ഫോർ മീ. ഓക്കെ, അപ്പം നമ്മളപ്പോൾ പറയും ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുക. അപ്പം നിങ്ങൾ സിംഗുലറും പ്ലൂറൽ സബ്ജക്റ്റും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊക്കെ എവിടേക്കാണ് പറയേണ്ടത് എന്നുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അപ്പം യുവിൻ്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? ഓക്കെ, യു ഡാഷ് എ ഗുഡ് സിംഗർ. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരിക്കും പറയുന്നത്? യു ആർ എ ഗുഡ് സിംഗർ. അപ്പം ആറ് പ്ലൂറൽ ആണ്, അതുകൊണ്ട് യു ആർ എ ഗുഡ് സിംഗർ എന്ന് വരും. ഓക്കെ, അപ്പം ഷീ ഡാഷ് എ ഗുഡ് സിംഗർ. അപ്പം അവിടെ എന്തായിരിക്കും വരുന്നത്? ആറാണോ അതോ ഈസ് ആണോ? അഫ്കോഴ്സിൽ ഈസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഷീ ഈസ് എ ഗുഡ് സിംഗർ. അപ്പൊ നമുക്ക് അത് മനസ്സിലായെന്ന് വെച്ചാൽ ഷീ ഈസ് എ ഗുഡ് സിംഗർ വരുമ്പോൾ അവിടെ സിംഗുലർ സബ്ജക്റ്റും യു ആർ എ ഗുഡ് സിംഗർ വരുമ്പോൾ അവിടെ പ്ലൂറൽ സബ്ജക്റ്റും ആണ് വരുന്നത്. ഓക്കെ,